ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടുമല്ല, ദിവസം 3 ഇന്ന് നീ വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. അതും പറഞ്ഞു കഴിയുമ്പോഴേക്കും നിമിഷ കരഞ്ഞു പോയിരുന്നു. മറുവശത്ത് റോയി അവളോട് മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്തു. ആരാ ഏട്ടാ? അവളാണോ നിമിഷ? റോയ് താല്പര്യമില്ലാത്ത മട്ടിലൊന്ന് മൂളി. ഇത്രയും ദിവസമായിട്ടും ഏട്ടനെന്താ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്? ഏയ്, അത്ര പെട്ടെന്ന് അവളെ വിടണോ എന്നൊരു തോന്നൽ. അവളെ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല. ഷീസ് വെരി ഡേഞ്ചറസ്. അത്രയ്ക്ക് അപകടകാരിയാണെങ്കിൽ വെച്ചു പൊറിപ്പിക്കണ്ട, അങ്ങ് തീർത്തേക്ക്. അതാ നല്ലത്. രാഹുലിനെ ഏൽപ്പിക്കാം, അവന് മാത്രമേ അവളെ ഒതുക്കാനാവൂ. റോയ് ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. ഹലോ രാഹുൽ, ഇത് ഞാനാണ് റോയ്. മനസ്സിലായി. എന്താ വിളിച്ചത്? എന്നെ കൊണ്ടെന്തെങ്കിലും ആവശ്യമുണ്ടോ? ചെറിയൊരു ആവശ്യമില്ലാതില്ല. നിനക്ക് കുറച്ചു നാളായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ അറിയോ? നിമിഷയല്ലേ? ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ആഗ്രഹിച്ച മുതലാ അത്. എന്നാൽ അതിനൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൾ ഹോട്ടൽ പാർത്താസിലുണ്ട്, റൂം നമ്പർ 17. ആവശ്യം കഴിഞ്ഞാൽ അവളെ അങ്ങ് തീർത്തേക്ക്. കൊക്കയിലോ റെയിൽവേ ട്രാക്കിലോ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്ക്. അത് ഞാൻ ഏറ്റു. എല്ലാം സൂക്ഷിച്ചു വേണം. അവൾ അല്പം ഡേഞ്ചറാ. എന്തായാലും പെണ്ണല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. റോയി രാഹുലിനെ വിളിച്ച് നിമിഷയ്ക്കെതിരെയുള്ള കൊട്ടേഷൻ കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും റോയി അവളെ കൊണ്ടുപോകാൻ വരികയോ അവളോടൊന്ന് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. അതിൻ്റെ വിഷമത്തിലായിരുന്നു അവൾ. ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വന്നില്ല. എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ കിടന്നു. കുറച്ചു നേരത്തിന് ശേഷം വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് നിമി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയത്. അത് റോയി ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ ചെന്ന് വാതിൽ തുറന്നു. പക്ഷേ അത് വേറെ ഒരാളായിരുന്നു. റോയിയുടെ കൂടെ 2-3 തവണ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അയാളുടെ വഷളൻ നോട്ടം കണ്ട് റോയിയോട് പറഞ്ഞതുമാണ്. പക്ഷേ അവനത് മൈൻഡ് ചെയ്തില്ല. കള്ളും കുടിച്ച് ആടിയുള്ള അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ നിമിഷയ്ക്ക് അറപ്പ് തോന്നി. ഉടനെ അവനെ പുറത്താക്കി വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ അവൻ അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തിരുന്നു. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അയാളെ ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നിമിഷ തല്ലി ബോധം കെടുത്തി. ആ ലോഡ്ജിൽ നിന്നും അവൾ ഇറങ്ങി ഓടി. ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് സ്വന്തം വീടിൻ്റെ മുന്നിലായിരുന്നു. ആരോ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടാണ് ശേഖരൻ എഴുന്നേറ്റത്. നേരം പുലർന്നിട്ടില്ലായിരുന്നു. അടുത്ത് ലതിക നല്ല ഉറക്കത്തിലാണ്. ശേഖരൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് നിറ കണ്ണുകളുമായി നിൽക്കുന്ന നിമിഷയെയാണ്. അയാൾക്ക് ഒരു നിമിഷം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സോറി അച്ഛ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. റോയ് അവനെന്നെ ചതിക്കുകയായിരുന്നു. തേങ്ങലടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ ശേഖരനോട് പറഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് ലതികയും നീലുവും ഉണർന്നിരുന്നു. അവർ വന്നു നോക്കിയപ്പോൾ ശേഖരന്റെ കാലിൽ വീണ് കരയുന്ന നിമിഷയെയാണ് കണ്ടത്. അവളുടെ കുറ്റബോധത്തോടെയുള്ള നിൽപ്പിൽ നിന്ന് തന്നെ ലതികയ്ക്കും നീലുവിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. നിമിഷയെ ഒന്ന് ആശ്വസിപ്പിക്കുക കൂടി ചെയ്യാതെ ശേഖരൻ അകത്തേക്ക് പോയി. അത് കണ്ടതും അവൾ ലതികയുടെ നേരെ തിരിഞ്ഞു. അമ്മ, സോറി അമ്മ, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ പ്ലീസ്. എനിക്ക് പോകാൻ മറ്റൊരിടമില്ല. അപ്പോൾ നീ മനസ്സ് മാറി ഇവിടേക്ക് വന്നതല്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്നതാണല്ലേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി. അവനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ. അച്ഛനേക്കാളും നിനക്ക് അവനെയല്ലായിരുന്നോ വിശ്വാസം? നീയൊക്കെ അനുഭവിച്ചാലേ പഠിക്കൂ. നിമിഷയോട് ദേഷ്യപ്പെട്ട് ലതികയും അകത്തേക്ക് പോയി. വാ ചേച്ചി, വിഷമിക്കണ്ട. അമ്മ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. നാളെ കതൊക്കെ മാറിക്കോളും. ചേച്ചി ചെന്ന് ഉറങ്ങിക്കോ. നിമിയുടെ വിഷമം കണ്ട് അവളെ ആശ്വസിപ്പിക്കാനായി നീലു പറഞ്ഞു. എന്നത്തെയും പോലെ നിമിഷ അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചില്ല. നീലു അവളുടെ കൂടെ മുറിയിലേക്ക് ചെന്ന് നിമിഷയ്ക്ക് കിടക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് അവൾ ഉറങ്ങാനായി പോയത്. നീലുവിന് പണ്ടേ ചേച്ചിയോട് ഒത്തിരി സ്നേഹമാണ്. പിറ്റേന്ന് തലേന്ന് നടന്ന സംഭവമൊക്കെ ഇന്ദ്രനോടും അരുണിനോടും പറയുകയായിരുന്നു നീലു. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിന്റെ ചേച്ചിക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാ. ഒരാളെ പ്രേമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇതിപ്പോൾ സ്വന്തം അച്ഛൻ പറഞ്ഞിട്ട് വരെ അവൾ വിശ്വസിച്ചില്ല. അരുൺ പറയുന്നത് കേട്ട് നീലു ഇന്ദ്രനെ ഒന്ന് പാളി നോക്കി. അവൾ നോക്കുന്നത് അവൻ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ അവൾ മുഖം വെട്ടിച്ചു. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ഇന്ദ്രൻ മനസ്സിൽ ചിരിച്ചു. തനിക്ക് അവനെ അറിയോ, നിമിഷയെ ചതിച്ചവനെ?
ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇന്ദ്ര. ആള് ക്രിസ്ത്യനാണ്. പേരെനിക്ക് ഓർമ്മയില്ല. അവരങ്ങനെ പലതും സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന റോയിയെ ഇന്ദ്രൻ കാണുന്നത്. അരുൺ പറഞ്ഞപ്പോഴൊന്നും അവൻ വിശ്വസിച്ചിരുന്നില്ല. അരുണിന് ആളു മാറിയതാവും എന്നേ കരുതിയുള്ളൂ. എന്നാൽ ഇന്ന് ഉറപ്പായിരിക്കുന്നു അതവൻ തന്നെയാണെന്ന്. വർഷങ്ങൾക്ക് മുൻപിൽ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടുവെന്ന് എല്ലാവരും കരുതിയ അതേ റോയി അലക്സ്. അവന്റെ കണ്ണുകളിൽ ആളിക്കത്തുന്ന പക എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. നീലു, നീ ഇനി ക്ലാസ്സിൽ പൊക്കോ. ഞങ്ങൾക്ക് അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ട്. ആരെ? അതൊക്കെ വന്നിട്ട് പറയാം, നീ ചെല്ല. റോയിയെ കണ്ടതും അവൻ നീലുവിനെ തിരികെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചു. നീ വാ അരുണേ, നമുക്ക് അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അവന് നമ്മളോടെന്തോ ദേഷ്യമുള്ളതുപോലെ. എന്തായാലും ഒക്കെ ഇന്ന് സംസാരിച്ച് തന്നെ തീർക്കണം. അത്രയും പറഞ്ഞ് റോയിയുടെ സമീപത്തേക്ക് നടക്കാൻ തുടങ്ങിയ ഇന്ദ്രനെ അരുൺ തടഞ്ഞു. അതങ്ങനെ സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ലടാ. എനിക്ക് നിന്നോടല്പം സംസാരിക്കാനുണ്ട്. നീ അറിയാത്ത, നിന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നും മനസ്സിലാവാതെ തന്നെ നോക്കുന്ന ഇന്ദ്രനെയും കൂട്ടി അരുൺ ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇന്ദ്രനും അരുണേട്ടനും ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അവിടെ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ അരികിലേക്ക് ഒരു പെൺകുട്ടി വന്നത്. തൻ്റെ പേര് നീലിമ എന്നല്ലേ? അതെ, എന്താ? താനിപ്പോൾ സംസാരിച്ച ചേട്ടനില്ലേ, അതാരാ? അവളോട് നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയിരുന്നു. അവർ രണ്ടുപേരിൽ ഒരാളെ ഇവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അവൾ ആരെയാ ഉദ്ദേശിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. ഇന്ദ്രനോ അതോ അരുണേട്ടനോ? അവിടെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ. ആരെയാ ഉദ്ദേശിക്കുന്നത്? ആ ഗുണ്ടയല്ല, മറ്റേ ചേട്ടനെ. അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഇന്ദ്രൻ ഇപ്പോഴും ഗുണ്ടയാണ്. എല്ലാവർക്കും അവനെ പേടിയാണ്. വന്ന ദിവസം തന്നെ പഠിപ്പിക്കുന്ന സാറിനെ തല്ലിയ ആളല്ലേ, അപ്പോൾ പേടി കാണും. അതുകൊണ്ടൊരു ഗുണമുണ്ട്, പെൺപിള്ളേരൊന്നും ആളുടെ ഏഴേലത്ത് വരത്തില്ല. പ്രൊപ്പോസൽ ലൈൻ ആണല്ലേ? അല്ല, തൻ്റെ പേരെന്താ? നയന. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ പോയി പറഞ്ഞപ്പോൾ ഒരാളുടെ പേരും കൂടി അറിയാതെയാണോ പ്രേമിക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ച് വഴക്കു പറഞ്ഞു. ആ ചേട്ടൻ്റെ പേര് അരുൺ. ഇവിടെ PG ചെയ്യുവാണ്. നിനക്കിഷ്ടമാണെങ്കിൽ നമുക്കെല്ലാം ശരിയാക്കാം. ഞാൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി.